പൊതുവിദ്യാലയങ്ങൾ ഹൈടെക് ആവുന്നതിന്റെ ഭാഗമായാണ് കൈക്കോട്ടുകടവ് സ്കൂളിൽ ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കിയത്. RFID കാർഡുകൾ ലഭ്യമാക്കിയതോടെ വർഷങ്ങളായി തുടർന്നു വന്നിരുന്ന ഹാജരെടുക്കുന്ന രീതിയിലും മാറ്റം വന്നു. പഞ്ചിങ് മെഷീനെയും പുത്തൻ തിരിച്ചറിയൽ കാർഡിനെയും വിദ്യാർത്ഥികൾ വലിയ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പുതുതായിട്ട് ഇവിടെ അടുത്തൊന്നുമില്ല ഇതേപോലത്തെ ഒരു അറ്റൻഡൻസ് എടുക്കുന്നൊരു സംഭവം. അപ്പം നമുക്കിപ്പം അറ്റൻഡൻസ് കുറച്ചും കൂടി ഡിജിറ്റലി ആയിട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് പാരൻസിനും കൂടി കുട്ടി സ്കൂളിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അറിവ് ലഭിക്കുന്നുണ്ട്. നല്ല ടെൻഷനെല്ലാം ഒഴിവാകും. പിന്നെ രക്ഷിതാക്കൾക്കൊരു ഉറപ്പ് കൂടിയാവും. വേറെ സ്കൂളിലെ കുട്ടികൾ ചോദിക്കുന്നുണ്ടോ എന്താ ഇങ്ങനെ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. കാരണം അവരെല്ലാം അറ്റൻഡൻസ് എഴുതിയിട്ടല്ല എടുക്കുന്നത്. നമ്മളിവിടെ ഇതുപോലെ ആയല്ല. ഇപ്പോൾ ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ചെയ്യൽ എന്നെല്ലാം ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും ഇതുപോലെ. അപ്പോൾ അവരും സർപ്രൈസ് ആവും. മെഷീൻ പുതിയ ഡിജിറ്റൽ മെഷീനും അല്ലേ. ഹാജരെടുക്കൽ ശാസ്ത്രീയ രീതിയിലായപ്പോൾ കുട്ടികളുടെ സുരക്ഷയും വർദ്ധിച്ചതായി അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നു. കുട്ടികൾ അവിടെ അവരുടെ ID കാർഡ് കാണിച്ച് അറ്റൻഡൻസ് രേഖപ്പെടുത്തുകയും അപ്പോൾ തന്നെ മെഷീനിൽ അത് സക്സസ് എന്ന മെസ്സേജ് വരികയും ചെയ്യും. കൂടാതെ കുട്ടികളുടെ മുഴുവൻ ഡീറ്റെയിൽസും സ്ക്രീനിൽ പതിയുകയും ചെയ്യും. ഇതുകൊണ്ട് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ സെക്യൂരിറ്റിയാണ്. സ്കൂളിനെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നിരവധി പദ്ധതികൾ ഇനിയും നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാനേജ്മെന്റും PTA-യും. അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുകയും അങ്ങനെ കുട്ടികൾക്ക് വേണ്ടുന്ന പഠന സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നതിൽ മുൻപന്തിയിൽ മാനേജ്മെൻറ്റ് നിന്നിട്ടുണ്ട്. അതിലൊന്ന് വരുന്നതാണ് ഈ RFID കാർഡ്. അതേപോലെ പാനൽ ബോർഡ്. ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും അഡ്വാൻസ്ഡ് ആയിട്ട് മാനേജ്മെൻറ്റ് തന്നെ ചെയ്തു തരുന്നുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളും സുരക്ഷയുടെ അച്ചടക്കത്തിന്റെ ഈ കൈക്കോട്ടുകടവ് മാതൃക ഏറ്റെടുക്കണമെന്നതാണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് തത്സമയം. സാരംഗ്, ശരിക്കും സംസ്ഥാനത്തെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഈ ഒരു മാതൃക നടപ്പാക്കിയാൽ നല്ലതായിരിക്കുമല്ലേ? കാരണം കുട്ടികളുടെ സുരക്ഷയും കൂടും, പിന്നെ കുട്ടികൾക്ക് കുറച്ച് കൗതുകവും ഉണ്ട് പഞ്ച് ചെയ്ത് ക്ലാസ്സിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ. സാധാരണ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ തന്നെ സ്കൂളെന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ചില ഓർമ്മകളാണ് ഉണ്ടാവുക. അധ്യാപകരോട് ഗുഡ് മോർണിംഗ് പറയുന്നതും അതുപോലെ സ്കൂളിലെ പ്രാർത്ഥനയും നിരനിരയായുള്ള ഒരു അറ്റൻഡൻസും അതിന് ഹാജർ പറയുന്നതും ആബ്സെൻറ്റ് പറയുന്നതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മയായിരിക്കും അല്ലേ. പക്ഷേ അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ തന്നെ പതിയെ മാറി തുടങ്ങുന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് കാസർകോട്ടെ കൈക്കോട്ടുകടവ് സ്കൂളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇനി അവിടെ സാധാരണ രീതിയിലുള്ള ഒരു ഹാജർ ബുക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹാജർ വിളിയോ ആബ്സെൻറ്റ് പറച്ചിലോ ഒന്നും തന്നെ ഇനി അവിടെ കാണാൻ കഴിയില്ല. അവിടെ തീർത്തും ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നമ്മളൊക്കെ തന്നെ ഉപയോഗിച്ച് പോരുന്ന RFID കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അറ്റൻഡൻസ് ആണ് ഇനി അവിടെ എടുക്കാൻ പോകുന്നത്. കുട്ടികൾ നിരനിരയായി വന്നുകൊണ്ട് നമുക്ക് ആ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി തോന്നും. കുട്ടികൾ കൃത്യമായി ക്ലാസ്സിൽ കയറുന്നതിന് മുൻപ് തന്നെ അവർക്കായി അനുവദിച്ച ആ ഒരു പഞ്ചിങ് പോയിന്റിലെത്തി കൃത്യമായി പഞ്ച് ചെയ്ത് ക്ലാസ്സിൽ കയറുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യഘട്ടത്തിലൊക്കെ തന്നെ നമുക്ക് സാധാരണ രീതിയിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞ് ദേശീയഗാനം മുഴങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും സ്കൂൾ വിട്ട് ഓടിപ്പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ദേശീയഗാനം മുഴങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായി പഞ്ചിങ് പോയിന്റിലെത്തി പഞ്ച് ഔട്ട് ചെയ്ത ശേഷം വേണം അവർ വീടുകളിലേക്ക് മടങ്ങാൻ. അതിലേറ്റവും നിർണായകമായൊരു കാര്യം എന്ന് പറയുന്നത് പഞ്ചിങ് ചെയ്യുന്ന സമയത്തും അതോടൊപ്പം തന്നെ പഞ്ച് ഔട്ട് ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ടുള്ള SMS അതാത് രക്ഷിതാക്കളുടെ നമ്പറുകളിലേക്ക് കൃത്യമായി എത്തുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോഴത്തെ ഒരു കാലത്തുള്ള അപകടങ്ങൾ കൗമാരക്കാർക്കൊക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പല അപകട ഘട്ടങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും നമ്മൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം അത്തരത്തിലുള്ള പ്രയാസങ്ങളും വീട്ടുകാരുടെ പേടിയും ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ മക്കളെ സ്കൂളിലേക്ക് ധൈര്യത്തോടു കൂടി വിടാനുള്ള ഒരു എന്താ പറയുക ഒരു അത്തരത്തിലുള്ള ഒരു ഊർജ്ജം. ശരി, തീർച്ചയായും അതെ. കുട്ടികളുടെ സുരക്ഷിതത്വം കൂടും. പിന്നെ കൈക്കോട്ടുകടവ് സ്കൂളിന്റെ ഈ ഒരു മാതൃക അത് എല്ലാ സ്കൂളുകളിലും എത്തിക്കഴിഞ്ഞാൽ, പഞ്ചിങ് എല്ലാ സ്കൂളുകളിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ നല്ലതായിരിക്കും. കുട്ടികളുടെ സുരക്ഷ ഒന്നുകൂടി ഉറപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ്.